ജെയ് മെയിൻസ് 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിലെ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിൽ ആൾഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനും ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. The compound A C8H8O2 reacts with acetophenone, forms a single product via cross-aldol reaction. നമ്മുടെ കോമ്പൗണ്ട് എ ഉണ്ട്. ഈ കോമ്പൗണ്ട് എയിന് ഞാൻ ആക്ച്വലി ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഗോയിങ് ടു റിയാക്ട് വിത്ത് അസറ്റോഫിനോൺ. അപ്പോൾ എനിക്കൊരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ എയിൽ സിംഗിൾ പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോ ആൽഫ ഹൈഡ്രജൻ എന്ന് വേണേൽ നമുക്ക് പറയാം. ഇനി അടുത്തത് ദ കോമ്പൗണ്ട് എ ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH നമുക്ക് ബെൻസൈൽ ആൽക്കഹോൾ കിട്ടി. അപ്പോൾ എയിന് ഞാൻ കോൺസെൻട്രേറ്റഡ് NaOH വെച്ച് റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബെൻസൈൽ ആൽക്കഹോൾ കിട്ടണം, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസൈൽ ആൽക്കഹോൾ. അപ്പോൾ എനിക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഞാൻ ലെറ്റ് ഇറ്റ് ബി മൈ എക്സ്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH2OH എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ ഈസ് ആക്ച്വലി കാനിസാരോനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് എ എന്ന് പറയുന്ന ആൽഡിഹൈഡ് ആയിരിക്കണം. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യും? ആസിഡ്, ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞ കോമ്പൗണ്ട് എയിലേക്ക് ആൽഫൈഡ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് അസറ്റോഫിനോൺ അല്ല എന്നും എനിക്ക് പറയാം. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്കറിയാം 4-ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ C7 വരുള്ളൂ. അപ്പോൾ 4-മീഥോക്സി ബെൻസാൾഡിഹൈഡ് എന്നുള്ള രീതി നമുക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് റിയാക്ഷൻ നോക്കാം. നമ്മൾ ആക്ച്വലി റിയാക്ഷനിൽ ഇവിടെ ഒരു OCH3, ഇവിടെ C ഡബിൾ ബോണ്ട് OH. ഇതിന് ഞാൻ ആക്ച്വലി എന്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു? PH ഒരു ഫിനൈൽ ഡബിൾ ബോണ്ട് OH വെച്ച് റിയാക്ട് ചെയ്തു, CH3 വെച്ച് റിയാക്ട് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. ഹീറ്റിംഗ് കണ്ടീഷൻ കൊടുത്താൽ ഇവിടെ നടക്കുക ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുക ഇവിടെ ഒരു OCH3, CH ഡബിൾ ബോണ്ട് CH, C ഡബിൾ ബോണ്ട് OPH. ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ പറഞ്ഞുണ്ടായ പ്രൊഡക്റ്റ് ആണ് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ്. ഇത് ആക്ച്വലി ഇതൊരു സിംഗിൾ സബ്സ്റ്റൻസ് ആണ്. ഇനി ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു? ഞാൻ ഇതിനെ കോൺസെൻട്രേറ്റഡ് NaOH വെച്ച് റിയാക്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കാനിസാരോ റിയാക്ഷൻ ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്കൊരു ആൽഡിഹൈഡ് വിൽ ബി കൺവേർട്ടഡ് ടു CH2OH. ഇവിടെ ഒരു OCH3 ഉണ്ടാവും, പ്ലസ് ഇവിടെ CO മൈനസും OCH3 ഉണ്ടാവും. ഇതാണ് എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസൈൽ ആൽക്കഹോൾ. സോ അങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് ഏതാ? 4-മീഥോക്സി ബെൻസാൾഡിഹൈഡ്. ഓക്കെ, 4-ഹൈഡ്രോക്സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര ചെയ്യണമെന്നൊന്നുമില്ല. 4-ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇവിടെ ഒരു CHOയും ഇവിടെ ഒരു OH വരുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് കാർബൺ 7 ഉള്ളൂ. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിൽ കാർബൺ 8 വേണം. നമ്മുടെ കോമ്പൗണ്ട് C8H8O2 ആ. ഇത് C7 വരുള്ളൂ. സോ ഇത് വരില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ആൻസർ വരില്ല, 3 വരില്ല. സോ നമുക്ക് മിച്ചം 2 തന്നെ. അപ്പോൾ ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദാറ്റ് ഇസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഏതാണ് റിയേജന്റ് A എന്നായിരുന്നു ചോദ്യം. സോ റിയേജന്റ് A ഈസ് ആക്ച്വലി 4-മീഥോക്സി ബെൻസാൾഡിഹൈഡ്. ക്ലിയർ അല്ലേ?